ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ഇടുന്നത്. അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും എനിക്കുണ്ട്. ഞാൻ മറന്നുപോയി. ലിറ്ററലി എങ്ങനെയാണ് സംഭവം സംസാരിക്കേണ്ടത്, എടുക്കേണ്ടത് ഒന്നും അറിയില്ല. അപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഒന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മോളെയൊക്കെ റെഡിയാക്കുന്ന ഒരു വീഡിയോ ഒക്കെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അവളൊക്കെ പോയതിന് ശേഷം ദേ ഇപ്പോഴത്തെ എൻ്റെ കോലം ഇതാണ്. ഒരു 1.5 മാസമായിട്ട് കിടപ്പിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഹെൽത്ത് ഭയങ്കര മോശമായിരുന്നു. ഒരു സ്കിൻ കെയറും ഇല്ല, ഹെയർ കെയറും ഇല്ല, നല്ല തടിയും വെച്ചു. അപ്പോൾ എല്ലാം നമുക്ക് പഴയ പോലെ ആവണം എന്നാണ് ഉദ്ദേശത്തിൽ ഇങ്ങനെ ഇന്ന് തൊട്ടിട്ട് ഡയറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ സ്കിൻ കെയറും പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തൊക്കെ ഭയങ്കര കുരുക്കളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാം എല്ലാം ഇനി പഴയതുപോലെയൊക്കെ ഉം, അതെ പ്ലാനിനനുസരിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. ഓക്കെ. 70 കിലോ ആണ് കേട്ടോ ഇപ്പോൾ ഞാനുള്ളത്. 70 കിലോ ആയി ഞാൻ. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒന്ന് പുറത്തിറങ്ങുന്നത്. വേറെ എവിടേക്കല്ല, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഞാൻ ഒക്ടോബർ ലാസ്റ്റിലോ മറ്റോ ആണ് വളരെ ആശിച്ച് മോഹിച്ച് ദാഹിച്ച് ഒരു കാറ് മേടിച്ചത്. അതിനുശേഷം ആ ഒരു ആവേശത്തിലൊരു ഡിസംബർ വരെയൊക്കെ ഓടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് കൈയോട് തൊട്ടിട്ടില്ല. ഈ കിടക്കുന്ന കിടപ്പാണ്. ഫുൾ പൊടി പിടിച്ച് ആകെ ഇതായിട്ടാണ് കിടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഞാനിതാ ലോൺ എടുത്ത് മേടിച്ച കാറാണ്. ഞാൻ എന്തിനാ മേടിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ അതെ, ഈ കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോൾ ഓക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമം. അപ്പോൾ ഇനി തൊട്ട് ഇതൊക്കെ ഓടിച്ചു തുടങ്ങണം. ഉം. ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിൽ അരിയേക്കാളും ഇപ്പോൾ കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത് ഇതുപോലത്തെ മില്ലറ്റ്സ് ആണ് കേട്ടോ. ഇങ്ങനത്തെ എന്താ പറയുക, ചോളം, തിന, വരക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാടുണ്ട്, ഒരുപാട്. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിക്കുമായിരുന്നു. ഇവിടെ ഇതൊക്കെയാണ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ദേ ഇവിടെ നമ്മൾ സാമ്പാർ പൊടി മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മെയിൻ ആയിട്ടുള്ള രണ്ടേ രണ്ട് ബ്രാൻഡുകളാണ്. ഒന്ന് ശക്തി, ഒന്ന് ആച്ചി. അപ്പോൾ ഇത് രണ്ടും തമിഴ് ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് പക്ഷെ നല്ല സ്മെല്ലായിരിക്കും. ഭയങ്കര സ്മെല്ലാണ്. പക്ഷെ ഞാൻ നമ്മളുടെ ഈസ്റ്റേൺ ഒക്കെ ഉണ്ട്. പക്ഷേ ഈസ്റ്റേണിനൊന്നും ഒരു മറ്റേ സാമ്പാർ പൊടിയുടെ അത്രയും സ്ട്രോങ് അല്ല എന്ന് മാത്രം. അടുത്തത് എൻ്റെ ഫേവററ്റ് സെക്ഷനാണ് കേട്ടോ. അതായത് ഓൺലൈനിൽ കിട്ടുന്ന എല്ലാ ബ്രാൻഡുകളും, ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എല്ലാം ഇങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളുടെ പിൽഗ്രിമിൻ്റെ ഈ ഒരു കണ്ടോ, ഈ ഒരു ഹെയർ ഗ്രോത്ത് സിറം ഇത് അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ വില ഇതിൽ എഴുതിയിരിക്കുന്നത് 895 രൂപ. അത് ആക്ച്വൽ MRP തന്നെ കൊടുത്ത് നമ്മൾ മേടിക്കണം. പക്ഷേ ആമസോണിലൊക്കെ നോക്ക് 699 രൂപയ്ക്കേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാസ്ലിൻ ഗ്ലൂട്ട ഹൈ ആ പിങ്ക് കളർ ഇല്ലായിരുന്നു. പക്ഷേ ഇത് 360 രൂപയാണ് ആക്ച്വൽ MRP. പക്ഷേ നമ്മൾ ആമസോണിലൊക്കെ 213 രൂപയുള്ളൂ. അത്രയും വിലയുടെ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ അക്വാളജിക്കയുടെ ഈ ഒരു സൺസ്ക്രീന് തന്നെ നമുക്ക് നല്ല വിലക്കുറവിൽ നമുക്ക് ആമസോണിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാ, ഞാൻ പക്ഷേ എല്ലാത്തിൻ്റെയും വില പോയി ചെക്ക് ചെയ്ത് നോക്കും. അതേ ഡെർമാക്കോൻ്റെ ഈ ഒരു ഫേസ് വാഷ് ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് നിങ്ങൾ എൻ്റെ അടുക്കളയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് കുറേ നാൾ നിൽക്കും. കുറച്ച് സംഭവം കുറച്ച് മതി. ഇതിൻ്റെ ക്വാണ്ടിറ്റി 269 രൂപയുള്ളൂ ഇതിൻ്റെ MRP കേട്ടോ. അപ്പോൾ അത്രയും. പിന്നെ മിനിമലിസ്റ്റിൻ്റെ ഒക്കെ എല്ലാ പ്രൊഡക്ട്സുകളും ഉണ്ട് കേട്ടോ. മിനിമലിസ്റ്റിൻ്റെ ഒക്കെ ഇതിൻ്റെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. ഇവരുടെ ഈ നയാസിനമൈഡ് സിറത്തിനൊക്കെ നമ്മൾ ആമസോണിൽ എത്രയാ 569 രൂപ. ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് ഇതാണ്. ഈ ഒരു ന്യൂട്രജീനയുടെ ഹൈഡ്രോ ബൂസ്റ്റ് 1150 രൂപയാണ് ഇതിൻ്റെ ആക്ച്വൽ MRP. പക്ഷേ ആമസോണിൽ ഇതിൽ 750 രൂപയുള്ളൂ. എല്ലാം നിങ്ങൾക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാൻ, ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, 4ാമത്തെ ദിവസത്തെയാണ് കേട്ടോ. ഞാൻ ഒരൊറ്റ സ്ട്രെച്ചിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ വീഡിയോ എടുക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ എന്നെ കൊണ്ട് പറ്റണില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ആദ്യത്തെ ആ ഒരു ദിവസത്തെ ഫേസും ഇപ്പോഴത്തെ ഫേസും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എന്തെങ്കിലും ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. ഒരു 3 കിലോ വെയിറ്റ് ഞാനിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡയറ്റ് എടുത്ത് കുറച്ചതാണ്. അതേപോലെ തന്നെ എൻ്റെ കുരു കേട്ടോ, ഇതിൻ്റെ കണ്ടീഷൻ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഓൾമോസ്റ്റ് 1.5 മാസമൊക്കെ ആയിട്ടുണ്ട്.
അപ്പോൾ ആൾക്കാർ വിചാരിച്ചേക്കുന്നത് ഞാൻ വീണ്ടും പഴയ പോലെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതായിട്ട് പോയി എന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ എന്നെ ഫോൺ ചെയ്തിട്ട് മെസ്സേജ് ചെയ്തിട്ടൊക്കെ ചോദിക്കും എന്താ പറ്റി വീഡിയോ ഇടാത്ത എന്താന്നൊക്കെ. പിന്നെ ഒരുപാട് പേര് മെയിൽ അയച്ചിട്ട്, അതായത് അവർക്കൊക്കെ വിചാരിച്ച് ഈ പറഞ്ഞ പോലെ ഡിപ്രഷനായിട്ട് എന്തോ പറ്റിയതാണ് അങ്ങനെയുള്ള രീതിയിൽ എന്നോട് ചോദിക്കായിരുന്നു, ചേച്ചി എന്താ പറ്റിയ, വീണ്ടും ഡിപ്രഷനായോ, എന്തെങ്കിലും പ്രശ്നമായോ, ഡോക്ടറെ കണ്ടോ, ഓക്കെ ആണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, എനിക്ക് പേഴ്സണലി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് എന്താ പറയുക, 1.5 മാസമായിട്ട് വേണമെങ്കിൽ കിടപ്പിലാണെന്നൊക്കെ പറയാം. ഭയങ്കര ഡൗൺ ആയിരുന്നു. ഇപ്പോൾ ഓക്കെ ആയിട്ട് ഉണ്ട്, കുറച്ചൊന്ന് റിക്കവറായി, എല്ലാം ഓക്കെ ആയിട്ട് ബാക്ക് ടു ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ്. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഇപ്പോൾ ഡിപ്രഷൻ ഉണ്ടോ, ആങ്സൈറ്റി ഉണ്ടോ, അതിന് മരുന്ന് കഴിക്കുന്നുണ്ടോ, എന്താണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, എങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇതിനെക്കുറിച്ച് വീണ്ടും ചേച്ചി വീഡിയോ ഇട്, ഈ ഡിപ്രഷനെ കുറിച്ച് വീഡിയോ ഇടുന്നതാണ് പറയണത്. അപ്പോൾ എൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ഡിപ്രഷൻ്റെയൊക്കെ ഒന്ന് വീഡിയോ ഇട്ടിട്ട് തന്നെ ഇപ്പോൾ കുറേ കാലമായി. അപ്പോൾ ഹോണസ്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഡിപ്രഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. കുറേ കാലമായി, ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 1 വർഷത്തിൻ്റെ അടുത്തായി ഞാൻ മരുന്ന് ഞാൻ കഴിച്ചിട്ട് അത് നിർത്തിയിട്ട് തന്നെ 1 വർഷമായി. അപ്പോൾ അതിനുശേഷം എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു ഡിപ്രഷൻ, അതായത് ആ ഒരു നമ്മുടെ പഴയ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതായത് ഭയങ്കര സിവിയറായിട്ടുള്ള വിഷമം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് ഇരിക്കുക, കരച്ചിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും തന്നെ അതിന് ശേഷം എനിക്ക് വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ്. അതായത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരും, ഇതിനൊരു അവസാനമില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്താ പറയുക, ദൈവം സഹായിച്ചിട്ട് എനിക്ക് അങ്ങനെയുള്ളൊരു ഇതും വന്ന് വരുത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ ഇതിൽ നിന്നൊന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട്, അതായത് ഞാനൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഇതിൽ വലിയ ജ്ഞാനമുള്ള ഒരാളോ ഒന്നുമല്ല. ജസ്റ്റ് എന്താ സംഭവം, എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്തായാലും ഈ സംഭവത്തിൽ ഞാൻ 2 കാറ്റഗറി ആയിട്ടാണ് ഞാൻ തിരിക്കുന്നത്. ഒന്ന്, ഒട്ടും മരുന്ന് കഴിക്കാത്തവർ. രണ്ടാമത്തത്, മരുന്ന് കഴിക്കുന്നത്, കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നവർ കേട്ടോ. ഈ മരുന്ന് കഴിക്കാത്തവരെ ഒട്ടും തന്നെ നമ്മൾ എന്താ പറയുക, അവരുടെ മൈൻഡ് എന്ന് പറയണത് നമുക്ക് ഒരിക്കലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ അല്ലെങ്കിൽ അവരെ നമുക്ക് ഒന്ന് അപ്രോച്ച് ചെയ്യാൻ പോലും ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ മരുന്ന് കഴിക്കുന്നില്ല, അവരുടെ മൈൻഡ് എന്ന് പറയണത് വല്ലാത്തൊരു സ്റ്റേജിൽ കൂടെ ആയിരിക്കും. ആ സമയത്ത് അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനത്തെ ഒരു സ്റ്റേജാണ് ഈ മരുന്ന് കഴിക്കാത്ത ടീമുകൾ. പക്ഷെ മരുന്ന് കഴിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ല കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയെന്ന് ഞാൻ പറയില്ല. അതായത് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു വികാരമില്ലാത്തൊരവസ്ഥയിലാണ്. ഞാനൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സന്തോഷമില്ല, ദുഃഖമില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് മനസ്സിലാവും. പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതായത് നമ്മുടെ ജോലികൾ ചെയ്യാൻ പറ്റും, നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ദുഃഖങ്ങളോ അല്ലെങ്കിൽ സന്തോഷങ്ങളോ ഒന്നും ഉണ്ടാവില്ല, കാര്യങ്ങളൊക്കെ പോകുന്നു മാത്രം, അങ്ങനെയുള്ളൊരിതാണ്. പക്ഷെ ഈ മരുന്ന് കഴിക്കാത്തവരെക്കാളും എത്രയോ ബെറ്ററാണ്. അതായത് നമ്മളെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും ഈ മരുന്ന് കഴിക്കുന്ന ഒരു ലിസ്റ്റിൽ ഞാൻ പെട്ട കാരണം, അതായത് ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ മരുന്ന് കറക്റ്റായിട്ട് മുടങ്ങാതെ, ഒരു ദിവസം പോലും മുടങ്ങാതെ, എനിക്ക് ആരും എടുത്തു തരാനും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ പെർഫെക്റ്റായിട്ട് ഞാൻ എന്നെ എടുത്ത് കഴിക്കും. ആ ഒരു കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. മരുന്ന് കഴിക്കുന്ന കാര്യത്തിലൊക്കെ ഞാൻ പെർഫെക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളതിൽ ഞാൻ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേയൊക്കെ ഞാൻ അതിന്ന് തന്നെ കുറേ ഓക്കെ ആയിരുന്നു. കാരണം നമുക്ക് ആ സമയത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്തണം എന്നൊക്കെ തോന്നുന്നത് ആ ഒരു മരുന്ന് കഴിക്കണ സമയത്താണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മരുന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറ്റേ ഡൗൺ ആവും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നും, ഞാൻ എക്സസൈസോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ഞാൻ ചെയ്തിട്ടില്ല. ഹോണസ്റ്റായിട്ട് പറയാം, ചെയ്തിരുന്നു. ഒരാഴ്ച ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ 2 ദിവസം ചെയ്യും, 4 ദിവസം മുടങ്ങും, വീണ്ടും 2 ദിവസം ചെയ്യും, പിന്നെ ഒരാഴ്ച ചെയ്യില്ല,
പിന്നെ 2 ദിവസം ചെയ്യും, പിന്നെ 1 മാസം ചെയ്യില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് നമുക്ക് തോന്നും, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും നമുക്ക് ഇന്നത്തെ മൂഡാവില്ല നാളെ 1 മാസം ഉണ്ടാവുക. അങ്ങനെ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു മൈൻഡ് സെറ്റുള്ള ടീമാണല്ലോ ഈ ഡിപ്രഷനുള്ള ആൾക്കാരൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയില്ല എനിക്ക് ഈ ഡെയിലി ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നു, അതേപോലെ തന്നെ ഞാൻ എന്താ പറയുക മെഡിറ്റേഷൻ ചെയ്തിരുന്നു എന്നും ഞാൻ പറയില്ല. പക്ഷെ ഞാൻ മരുന്ന് കഴിച്ചിരുന്നു കേട്ടോ, കറക്റ്റായിട്ട് മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഭയങ്കര വിശ്വാസിയൊന്നുമല്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിൽ തന്നെ ഞാൻ കുറേ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തവർക്ക് ഇതെന്താണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അതും ഒരു തരത്തിലുള്ളൊരു മെഡിറ്റേഷൻ ആണല്ലോ. ഞാൻ ഭയങ്കര അതിൽ ഞാൻ വിശ്വസിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഓക്കെ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് റിലീജിയൻ ആണോ എന്തോ ആയിക്കോട്ടെ, കുറച്ച് നേരം നിങ്ങൾ തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പിന്നെ വേറൊരു കാര്യമുള്ളതുണ്ടല്ലോ, ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം ഈ ജേർണലിങ്. അതായത് ഞാൻ ആ ഒരു സമയത്താണ്, അതായത് നമുക്ക് ആ സമയത്ത് ആരെ വിളിച്ച് സംസാരിക്കാനോ കൂട്ടുകാരോട് മിണ്ടാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് ഇതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ചെയ്ത കാര്യം ഒരു ഡയറി പോലെ ഒരു സംഭവം എടുത്തിട്ട് എന്താണ് എനിക്ക് ഫീൽ ചെയ്യണത് അത് ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യമൊന്നും തോന്നില്ല, നമുക്ക് എഴുതാനും പിടിക്കാനൊന്നും തോന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊക്കെ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എന്താണോ അങ്ങനെ ചെറിയ ഇതായിട്ടൊക്കെ തുടങ്ങി. പിന്നെ നമുക്ക് അതിലൊരു ഇത് തോന്നും, നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അതിലൊരു കുറച്ച് നേരം നമ്മൾ അതിലിങ്ങനെ ഇതായിട്ട് അതൊന്ന് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ പോകുന്നത്, അങ്ങനെ എന്താണ് എനിക്കിന്ന് ഫീൽ ചെയ്യുന്നത്, ഇന്നെന്താ എന്തൊക്കെ ഞാൻ ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് എഴുതി ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ഒരു രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്ത് ഇതാക്കി. അപ്പോൾ നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ കാര്യങ്ങൾ എന്താണ്, ഇന്നത്തെ ദിവസം എന്താണ്, എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന്. അപ്പോൾ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒന്ന് എൻഗേജ് ആവാം. നമ്മൾ കുറേയൊക്കെ നമ്മൾ ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് എടുക്കണം. ആ സമയത്ത് നമുക്ക് തോന്നില്ല, ഒന്നാമത്തെ കാര്യം ശരിയാണ്, ഒന്നും നമുക്ക് തോന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് ഈ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, മരുന്ന് നമ്മൾ കറക്റ്റായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയൊക്കെ നമുക്ക് തന്നെ നമ്മൾ സ്വയം ഓക്കെ ഇനി എനിക്ക് എന്തെങ്കിലും ഒന്ന് ചേഞ്ച് ആവണം, എനിക്ക് എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് ചെയ്യണം എന്നൊക്കെ തോന്നും. എനിക്കിത് അങ്ങനെയാണ് തോന്നിയത്. ആ സമയത്തിനേക്കാളും, അതായത് മരുന്ന് കഴിക്കാതിരിക്കുന്നേക്കാളും ഈ മരുന്ന് കഴിക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളൊന്ന് എഫേർട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് എടുക്കണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് പുതിയതായിട്ട് ചെയ്യണം. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്നോടത്ത് ജോലിക്ക് പോകാനാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത്രയും കരിയർ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 6-7 വർഷമായി നമ്മൾ ജോലിക്ക് പോകാൻ നിർത്തിയിട്ട്. അപ്പോൾ ഇനി ഒരു ജോലി പോയി നോക്കുക, അതൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട്, അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തത് കുറേയൊക്കെ എനിക്ക് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് നിങ്ങൾ എൻഗേജ് ചെയ്യുക. നമ്മൾ പറയാനൊക്കെ എനിക്കറിയാം ഈസിയാണ്, പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് എടുത്തപ്പോഴാണ് എനിക്കൊരു ചേഞ്ച് ഉണ്ടായേക്കണത്, അതിലൊരു സംശയമില്ല. നിങ്ങൾ എൻ്റെ പഴയ ആ ഒരു ഡിപ്രഷൻ്റെ കാലത്തായി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയും ഇപ്പോഴത്തെ ഈ ഒരു റീസെൻറ്റ് വീഡിയോസൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വെറുതെ അല്ല പറയണമെന്നാണ് ഞാൻ പറയണത്. അപ്പോൾ ശരിക്കും നല്ല പോലെ എനിക്ക് ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിന്ന് നല്ല പോലെ എനിക്ക് 100% വിശ്വാസമുണ്ട്, ഇതിന്ന് നമുക്ക് റിക്കവർ ആവാൻ പറ്റും. നിങ്ങൾ എന്തായാലും ഈ ജേർണലിങ് സംഭവം, പ്രാർത്ഥന, നിങ്ങൾ വിശ്വാസമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മെഡിറ്റേഷൻ ട്രൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 10 മിനിറ്റെങ്കിലും 10 മിനിറ്റ് നമ്മളൊന്ന് പ്രാർത്ഥനയിൽ കുറച്ചൊന്ന് നമ്മളൊന്ന് നോക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇതെന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ എന്തോ ഒന്നും എനിക്കറിയില്ല, പക്ഷേ ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. നടക്കാൻ പോയിട്ടില്ല, അതേപോലത്തെ ബാക്കിയുള്ള ഒരു പുതിയ അവിടെ ഞാൻ ട്രക്കിങ് ട്രിപ്പ് പോവുക അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാര്യങ്ങൾ. ഇത് എന്നെ ഹെൽപ്പ് ചെയ്ത കാരണം കൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കൂടി കാണാം.